ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമുക്കതിൻ്റെ ഓയിൽ കത്തിയിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓയിൽ തീർന്നു പോവാം. അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളതും പ്രകാരം നമുക്കതിൻ്റെ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ അയച്ചപ്പോൾ സിലിണ്ടർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പ്ലേയുടെ കേസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളോട് ചെയ്യണ്ട, തൽക്കാലം ഇപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. കാരണം അത് സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ചില കേസിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മുടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് രീതിയിൽ അതിപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെന്നല്ല കേട്ടോ അതിനർത്ഥം. കാരണം എന്താ വെച്ചാൽ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിലവിൽ സിലിണ്ടറിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യണേ. ക്രാങ്ക് ഷാഫ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. പിന്നെ ഇപ്പുറത്ത് പറഞ്ഞ ടൈം എഞ്ചിൻ ക്യാം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാറ്റിക്കളയേണ്ടത്, അത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് റീപ്ലേസ്മെൻറ്റാണ് ചെയ്യുന്നത്, മാറ്റിയാണ് ഇടണത്. സിലിണ്ടറിൻ്റെ കിറ്റായിട്ട് വരുമ്പോൾ നമുക്ക് 3750 രൂപയാണ് സിലിണ്ടർ കിറ്റ് വരാം. പിന്നെ നമുക്ക് അതിൻ്റെ വാൽവും അതിൻ്റെ ഗൈഡും, വാൽവ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് വാൽവ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഗൈഡും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തത്. അപ്പോൾ ലെയ്ത്തിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. അതേപോലെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ഈ 2 ബെയറിങ്ങുകൾ, ഈ 2 ബെയറിങ് ഒരെണ്ണത്തിന് ഇച്ചിരി പ്ലേ കൂടുതലുണ്ട്. അപ്പോൾ മാറ്റിയപ്പോൾ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമേ സാധാരണ യൂണിക്കോണൊക്കെ കംപ്ലയിൻറ്റ് വരാതെ ഈ ക്യാം ഷാഫ്റ്റും റോക്കറാമൊക്കെയാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരാറ്. അപ്പോൾ ആ ബെയറിങ്ങിന് പ്ലേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമ്മളത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാം ചെയിൻ്റെ ടെൻഷനർ, അതായത് ചെയിൻ ലൂസാകുമ്പോൾ ടൈറ്റ് ആവുന്ന ഒരു യൂണിറ്റാണ്. പിന്നെ ക്യാം ചെയിൻ്റെ 2 പാഡ് സെറ്റ്, ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ്. ഇത് ക്യാം ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്, 365 അതിന് വിലയുണ്ട്. പിന്നെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ അഴിച്ചതിൻ്റെ ഫുള്ള് ഐറ്റംസ് ഈ ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അഴിക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറണം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ചെയിൻ മാക്സിമം വലിച്ച് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കണ്ണി എടുത്തിട്ട് തൽക്കാലം കട്ട് ചെയ്തിട്ടൊന്ന് കയറ്റി സെറ്റ് ചെയ്തിടാം. കാരണം സ്പോക്കറ്റ് വലിയ പ്രശ്നം തോന്നണില്ല. പിന്നെ അതേപോലെ നമുക്കിത് ഈ ബാക്കിലത്തെ മോണോഷോക്ക് ഉണ്ടല്ലോ, മോണോഷോക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ അവിടെ ബുഷ് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു പ്ലേ കാണിക്കുന്നുണ്ട്. അതുണ്ട്, അത് ഇത്രയും പ്ലേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഷോക്ക് അപ്രസർ അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബുഷായിട്ട് മേടിക്കാൻ കിട്ടും. ആ ബുഷ് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോളിക്ക് കയറ്റിയവർ അത് മാറ്റിയിട്ട് തരും. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കണമാണ് നല്ലത് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ട് മാറണമുണ്ട്, സെറ്റപ്പാടി മാറുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് ഒന്നും ചെയ്യണില്ല. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ 100% കുറ്റം പറയരുത്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇൻഫോം ചെയ്തതാണ്. പക്ഷേ നിലവിലിപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്ട് 100% കംപ്ലയിൻറ്റ് വരുന്നു നമ്മൾ പറയണില്ല കേട്ടോ. പിന്നെ ചില കേസിൽ റെയർ കേസിലൊക്കെ തന്നെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്യണമെന്ന് മാത്രം കേട്ടോ. ഇത്ര കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്കുകൾ കേട്ടോ.